തിരിച്ചറിവുകൾ മനുഷ്യനെ എത്ര മനോഹരമാക്കി മാറ്റുമെന്നുള്ളതൊരു ഉദാഹരണമാവുകയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നമുക്ക് പ്രിയപ്പെട്ട നടൻ. വിൻസിയുമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിൻസി ഉന്നയിച്ച ആരോപണങ്ങൾക്കുമൊക്കെ ശേഷം വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോവുകയായിരുന്നു ഷൈൻ്റെ ജീവിതം. അതിലേറ്റവും ഒടുവിലായിട്ട് ഷൈൻ്റെ പ്രിയപ്പെട്ട പിതാവ് കാർ അപകടത്തിൽ മരിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ക്യൂ എന്ന് പറയുന്ന ഒരു ചാനലിൽ മനീഷ് നാരായണൻ എന്നൊരു ജേർണലിസ്റ്റിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടതുമാണ് ഷൈൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം തിരുത്തപ്പെട്ടു, സ്വയം മാറ്റപ്പെട്ടു എന്നുള്ള കാര്യമല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ അത് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അടുത്തിൻ്റെ സഹപ്രവർത്തകർ ചോദിക്കുകയും ഇത്ര മനോഹരമായിട്ട് ഇദ്ദേഹം സംസാരിക്കുമോ? കാരണം വളരെ ക്ലാരിറ്റിയോടുകൂടി, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് വലിക്കുന്ന പോലെയായിരുന്നു അദ്ദേഹത്തെ സംഭാഷണങ്ങൾ, പലതും നമുക്ക് തിരിയത്തില്ല. അപ്പോഴൊക്കെ ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ എന്താ വായു വല്ല ചവച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഒന്നും മനസ്സിലാകത്തില്ല പറയുന്നത്, പിന്നെ ഭയങ്കര അരഗൻസും കാര്യങ്ങളില്ല. അപ്പോൾ എത്രമാത്രം മയക്കുമരുന്ന് അല്ലെങ്കിൽ രാസലഹരി ഒരു മനുഷ്യനെ അഡിക്റ്റ് ആക്കിയിരുന്നു, അതിൻ്റെ അടിമയായിരുന്നു. നമ്മളൊക്കെ ഈ ഭൂതത്തെയൊക്കെ അടിമയാക്കി വെക്കുന്ന പണ്ട് പഴങ്കഥകൾ കേട്ടിരിക്കുന്ന പോലെ ലഹരി അടിമയാക്കി വെച്ചിരിക്കുകയായിരുന്നു ഷൈൻ ടോമിന്. പക്ഷേ അതിന് ഷൈൻ ടോം കൊടുക്കേണ്ടി വന്ന വില ഇച്ചിരി വലുതാണ്, ഒത്തിരി വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറിനെയാണ് വിധി തട്ടിക്കൊണ്ടുപോയത്. അതും അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന പോലെ റീഹാബിൽ സെൻറ്ററിലേക്ക് പോയിട്ട് വരുന്ന വഴി ബാംഗ്ലൂർ വെച്ചിട്ടൊരു അപകടം ഉണ്ടാകുകയായിരുന്നു. അത് പറയുന്നൊരു കോട്ടിംഗ് ഉണ്ട്, ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മരണത്തിന് മുമ്പ് വരെ അല്ലെങ്കിൽ ഡാഡിയുടെ മരണത്തിന് മുമ്പ് വരെയും എനിക്ക് വെറും ഒരു വാർത്ത മാത്രമായിരുന്നു, പത്രവാർത്ത. പക്ഷെ അതിനുശേഷമാണ് അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഷൈൻ ടോമിന്റെ കുറെ കോട്ടിങ്സ് ഒക്കെ റീലായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കരഞ്ഞു പോയെന്ന് പറഞ്ഞു. കാരണം ഒരു മനുഷ്യന് മാറാനായിട്ട് ചിലപ്പോൾ ദൈവം ഇങ്ങനെയുള്ള ചില കടുങ്കയൊക്കെ ചെയ്യുന്നവർ. കാരണം അത്രമാത്രം താഴേക്ക് പോയിരുന്നു ഷൈൻ ടോം. അത്രയും അനുഗ്രഹീത കലാകാരനെ ഒരു സിനിമയിലൊക്കെ പിടിച്ചു നിന്ന് ഹിറ്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നല്ല കഴിവ് വേണം അതിനൊക്കെ, കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും ഷൈൻ്റെ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് മയക്കുമരുന്നിന് സ്വന്തം സ്വഭാവമല്ല, മയക്കുമരുന്നിന് അടിമപ്പെട്ടുള്ള ഒരു സ്വഭാവം പലരെയും ബുദ്ധിമുട്ടിച്ചിരുന്നു. അതിലും ഷൈൻ്റെ പ്രശസ്തമായ കോട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, മയക്കുമരുന്ന് നമുക്കൊരു പ്ലഷർ ആണെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നത് അതൊരു പ്രഷറാണെന്ന്. അത് വല്ലാത്ത ഒരു റിയാലിറ്റിയാണ്. അത് പലരും കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം ഇതിനു മുമ്പും അദ്ദേഹം റീഹാബിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റീഹാബ് എൻജോയ് ചെയ്യുന്നതാണ് അദ്ദേഹം. റീഹാബാണ് എന്റെ പുതിയ അഡിക്ഷൻ എന്നാണ് ഷൈൻ പറയുന്നത്. ഷൈനി പറഞ്ഞ പോലെ നല്ല ഭംഗിയായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ആൾക്കാർക്ക് ചിന്തിക്കേണ്ട രീതിയിലേക്ക് ഒരു മനുഷ്യൻ എത്രത്തോളം തെറ്റിന്റെയോ അല്ലെങ്കിൽ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിന്ന് തനിക്ക് തിരിച്ചു വരണമെന്നൊരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ സ്വയം ബോധ്യവും ഒക്കെ ഉണ്ടെങ്കിൽ എത്രത്തോളം തിരുത്തപ്പെടാനായിട്ട് ഒരാൾക്ക് കഴിയും എന്നുള്ളതിന് ഉദാഹരണമായിട്ട് മാറുകയാണ് ഷൈൻ ടോം. ഏറ്റവും ഒടുവിലായിട്ട് എന്തായാലും സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് പരസ്പരം മനോഹരമായി ആ കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വിൻസിയോട് പരസ്യമായി ക്ഷമ പറയുന്ന ഷൈനിയെ നമ്മൾ കണ്ടതാണ്. വിൻസിയും ഒരുപക്ഷെ ഷൈൻ്റെയൊക്കെ അവസ്ഥയെ കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം വിൻസിയും ഷൈന് വളരെ ചിരിച്ച മുഖത്തോടു കൂടി വളരെ സൗഹൃദത്തിലാണ് സംസാരിക്കുന്നതും. എന്തായാലും തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ അംഗീകരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂത്രവാക്യം എന്നുള്ള സിനിമ തന്നെ ഒരു പരിധിക്കുമപ്പുറം ഈ ആരോപണങ്ങളിൽ ഈ ഒരു വിവാദങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പരസ്പരം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വളരെ സൗഹാർദ്ദത്തിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അവരിരുവരും സംസാരിക്കുകയാണ്. ആ സിനിമയെ പോലും നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ. അതിന്റെ ആ ഒരു സിനിമ, അതായത് സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ റിലീസിങ്ങിനോ ഒക്കെ ഭാഗമായിട്ടാണ് വിൻസി അലോഷ്യസ് ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. വിൻസിയെ കുറിച്ച് നമുക്കറിയാം, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള മറ്റാരും ഇപ്പോഴത്തെ യുവതലമുറയിലെ സ്ത്രീകൾ അല്ലെങ്കിൽ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ചെയ്യാത്ത തരത്തിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു പെൺകുട്ടിയാണ് വിൻസി അലോഷ്യസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ അവരുടെ മൂവി നാഷണൽ അക്രഡിറ്റേഷൻ നേടിയ ഒരു പടമായിരുന്നു, അല്ലെങ്കിൽ നാഷണൽ അക്കംപ്ലിഷ്മെന്റ് നേടിയിട്ടൊരു പടമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരുടെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അത്രയും സ്കില്ലുള്ള ഒരു നടിയാണ്, വെർസറ്റൈൽ ആയിട്ടുള്ള നടി തന്നെയാണ്. അപ്പോൾ അവർ ആരെക്കുറിച്ചും അങ്ങനെ വിവാദങ്ങൾ പെടുന്ന ഒരാളായിരുന്നില്ല വിൻസി അലോഷ്യസ് എന്ന് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരുടെ സ്വന്തം അക്കൗണ്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ സ്വന്തം അക്കൗണ്ട് വന്നിരുന്നുകൊണ്ടാണ് ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായി എന്ന രീതിയിൽ പറയുകയും അത് വളരെ ഇമോഷണലായിട്ട് അവർ സംസാരിക്കുകയും ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്നൊരു സഹനടിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അത് ഓപ്പോസിറ്റ് നിന്നിരുന്ന നടനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ മോശമായിട്ട് പെരുമാറുകയും അദ്ദേഹം സെറ്റിൽ വെച്ച് ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിരുന്നു. അങ്ങനെ അതാണ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ സംസാരിപ്പിക്കാനുള്ള കാരണം എന്ന് പോലും വിൻസി പറയുകയുണ്ടായി. അത് മാത്രമല്ല വിൻസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനും കൂടെ ആയിരുന്നു ഈ ഷൈൻ ടോം. പറയുന്നുണ്ട് ഞങ്ങളൊരു ഇടവക്കാരൻ രീതിയിൽ കുടുംബങ്ങൾ അറിയാമായിരുന്നു ഈ ഷൈൻ്റെ വളർച്ചയിൽ, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഷൈൻ്റെ വളർച്ചയിൽ വളരെയധികം സന്തോഷിച്ചിരുന്നു. എന്നെ വളരെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കലാകാരനായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഞാൻ ഒരിക്കലും അതിനെ ഈ രീതിയിലൊരു റിയാക്ഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് കരുതിയില്ല എന്ന് പറയുമ്പോൾ പോലും ഷൈനും പറയുന്നുണ്ട് ആ സമയത്ത് എനിക്കും
തെറ്റാണെന്ന് മനസ്സിലായിരുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ വിൻസി അപ്പോഴും ഒരു കാര്യം വിൻസി ചെയ്തു. വിൻസി പോലീസ് കേസ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആദ്യം ഒരു സ്വന്തം ചാനലിലൂടെ വരികയും പിന്നെ പല ചാനലുകാരും വിൻസിയെ സമീപിക്കുകയൊക്കെ ചെയ്തപ്പോൾ വിൻസിയുടെ മൊഴിയിൽ വിൻസി ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, ഞാനിതൊരിക്കലും പോലീസ് കേസാക്കാൻ ഉദ്ദേശിക്കില്ല. കാരണം അങ്ങനെ പോലീസ് കേസ് കൊടുത്തത് കൊണ്ട് ഒരു മനുഷ്യന് നന്നാക്കാൻ പറ്റും. അദ്ദേഹം നന്നാകുന്നെങ്കിൽ നന്നായിക്കോട്ടെ. ഇതിന് നടപടി ആദ്യം എടുക്കേണ്ടത് സംഘടനയാണ്. അതായത് അമ്മ എന്ന സംഘടനയോ അല്ലെങ്കിൽ ആ ഒരു സിനിമാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനയാണ് ഇതിനൊരു നടപടി എടുക്കേണ്ടതെന്ന് വിൻസി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിൻസി ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നു. ഞാൻ ഇതിന്റെ പേരിൽ നടപടികളുമായിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വിൻസി എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ സധൈര്യം പറഞ്ഞു. പക്ഷെ എന്തായാലും വിൻസി ആഗ്രഹിച്ച പോലെ തന്നെ വേറൊരു മനുഷ്യനായിട്ട്, അതായത് ഒരു റിയൽ ക്യാരക്ടറായിട്ട്, അഭ്രപാളികളിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ട ഇന്റർവ്യൂകളിലുള്ള ഷൈനിനല്ല, മറിച്ച് ആ വൃത്തികെട്ട തോടെല്ലാം പറിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ഒരു പുതു മനുഷ്യനായിട്ട്, ചിന്തകളിലും വാക്കുകളിലും ഒക്കെ വളരെ ക്ലാരിറ്റിയുള്ള മനുഷ്യനായിട്ട്. അത് മാത്രമല്ല, അങ്ങനെ ഒരു മനുഷ്യനാണെന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ വന്നിരുന്നു കൊണ്ട് വിൻസി അലോഷ്യസിനോട് മാപ്പ് പറയുക. ചെറിയൊരു കാര്യമല്ലേ ഈ പറയുന്നത്, തെറ്റ് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റുകുറ്റങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലേക്ക് എനിക്ക് ഇനിയും മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവനവൻ്റെ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയൊരു മനസ്സെന്തായാലും അദ്ദേഹം കാണിച്ചു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലൈഫിലുണ്ടായ തിരിച്ചടി, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ആ അച്ഛനും ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു പറയുന്ന പോലെ ഷൈൻ ടോം ചാക്കോ. എന്തായാലും ആ ചാക്കോ എന്ന് പറയുന്ന പിതാവിൻ്റെ ആ ഒരു അകാല വിയോഗത്തിൽ വളരെയധികം ഒരു മെൻ്റൽ ഷോക്കിൽ നിന്നുമൊക്കെ തിരിച്ചു വരുന്ന അവസ്ഥയിലാണ് ഷൈൻ. അതിനോടൊപ്പം കാര്യമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. കയ്യിലൊക്കെ ഒരു കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പോൾ മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. ആ രീതിയിലുള്ളൊരു ചെറിയൊരു മെഷീൻ പോലുള്ളൊരു സംഭവത്തിൻ്റെ കൂടെ സപ്പോർട്ടോട് കൂടിയൊക്കെയാണ്. അതുമാത്രമല്ല, ഈ ഒരു ആരോപണത്തിന് പിന്നാലെയാണ് ശരിക്കും മലയാള സിനിമയിലെ ഡ്രഗിൻ്റെ ഉപയോഗം എത്രത്തോളം ആയിരുന്നു എന്ന് മാധ്യമങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളും ഇന്റേണൽ കമ്മിറ്റികളും ഒക്കെ അതിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലേക്ക് പോലും അന്വേഷണങ്ങൾ വിപുലപ്പെട്ടതും ഈ വിൻസിയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു. വിൻസി എന്തായാലും ആ സമയത്ത് എടുത്ത ഒരു നിലപാട് ധീരം തന്നെയായിരുന്നു. ഷൈൻ്റെ പേര് പറയാൻ തയ്യാറായില്ലെങ്കിൽ പോലും പല രീതിയിൽ മാധ്യമങ്ങൾ ഡിഗ് ചെയ്തും അമ്മയ്ക്ക് കൊടുത്ത പരാതിയുടെ ചില ഭാഗങ്ങൾ ലീക്കായതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ടാണ് അത് ഷൈനാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. പക്ഷെ അത് ആ രീതിയിൽ അതിന് വിൻസി കാണിച്ച ഒരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയെ ബാധിക്കേണ്ട, അത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, വലിയൊരു പ്രയത്നമാണ്. അതുകൊണ്ട് ആ സിനിമയെയോ അല്ലെങ്കിൽ ആ കലാകാരന്റെ മുന്നോട്ടുള്ള ജീവിതത്തിനെ അത് ഒരു ബാധിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് താൻ അത് പേര് വെളിപ്പെടുത്താത്തത് എന്നാണ് വിൻസി പറഞ്ഞിരുന്നത്. അതിന് ശരിക്കും എനിക്കൊരു പരിധിവരെ യോജിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ലൊരു നടപടിയാണ്. ഒരു രീതിയിൽ മാറ്റമുണ്ടാകണം, അന്വേഷണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു ബെഞ്ച് ഓഫ് ആൾക്കാരുടെ ആ ഒരു പ്രയത്നത്തിനെ മാനിച്ചുകൊണ്ടായിരിക്കണം വിൻസി ആ രീതിയിൽ ആദ്യഘട്ടത്തിൽ പേര് പറയാതിരുന്നത്. അതെ, പിന്നീട് വിൻസി അത് ഈ പറയുന്ന പോലെ ആ ഒരു സിനിമാ പ്രവർത്തകൻ നന്നായി വരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അയാൾ പറഞ്ഞ പോലെ ഈ പോലീസ് സ്റ്റേഷനിൽ വിട്ടത് കൊണ്ടോ ശിക്ഷ, അങ്ങനെ നിയമത്തിന്റെ ശിക്ഷ നടപടി കിട്ടിയത് കൊണ്ടോ ഷൈൻ ടോം നന്നാവത്തില്ല. പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നന്നത്. ഷൈൻ ടോം അതിന് പൂർണ്ണമായി സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം റിഹാബിൽ പോകാൻ തയ്യാറാവുകയും ഈ ഒരു വിഷയം എനിക്കൊന്നു ഷൈൻ ടോമിന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിനൊരു കാരണഹേതു ഒരുപക്ഷെ വിൻസി അലോഷ്യസ് ആയിരിക്കും. വിൻസിയുടെ ഈ പരാമർശം കൊണ്ടാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നല്ലതിലേക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പുതിയൊരു മനുഷ്യനായി മാറാനുള്ള പ്രശ്നത്തിന് തുടക്കം കുറിച്ച വിൻസിയാണ്. കാരണം ഇങ്ങനൊരു പരാതി തുടങ്ങുകയും അതിന്റെ പേരിൽ അന്വേഷണം ആരംഭിക്കുകയും ഇയാൾ മയക്കുമരുന്ന് അഡിക്റ്റാന്ന് കണ്ടെത്തുകയും പിന്നീട് റീഹാബിലേക്ക് സജസ്റ്റ് ചെയ്യുകയും അതിനെല്ലാം പോകാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുകയും അങ്ങനെ ആ ഒരു മാറ്റത്തിന്റെ വെറുതെ നിൽക്കുമ്പോഴാണ് ഷോക്ക് എന്ന പോലെ, അങ്ങനെയാണല്ലോ എല്ലായ്പ്പോഴും, നമ്മൾ എല്ലാ ദുസ്വഭാവങ്ങളും ഉപേക്ഷിച്ച് നല്ലതിലേക്ക് വരുമ്പോൾ ദുരന്തങ്ങൾ പുറകെ വന്ന് പിടികൂടും. എന്തായാലും അതിൽ തകർന്നു പോകാതെ, ഞാൻ സത്യത്തിൽ പേടിച്ചിരുന്ന അച്ഛൻ ഡാഡി മരിക്കുന്നോട് ഇയാൾ പിന്നെയും തകർന്ന് അവര് ഡിപ്രഷനിലേക്ക് പോയി പിന്നെയും അഡിക്റ്റ് ആവുമെന്നാണ് ചിന്തിച്ചത്. പക്ഷെ ഷൈൻ ടോം ഞെട്ടിച്ചേട്ടോ, കാരണം അവരുടെ അമ്മയെ ഓർത്ത്. കാരണം അദ്ദേഹം കണ്ടിരിക്കുന്ന മുഴുവനും അപ്പയുടെ കൂടെ അല്ലെങ്കിൽ ഡാഡിയുടെ കൂടെ നടക്കുന്ന മമ്മിയാണ്. അപ്പൊ മമ്മിയെ എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിട്ട് മമ്മിയുടെ റൂമിൽ തന്നെ വേറൊരു കട്ടിലാണ് ഷൈൻ കിടക്കുന്നത്. അപ്പൊ ഒരു കുടുംബസ്ഥനായി മാറിയിരിക്കുന്നു, ഒരു നല്ല മകനായി മാറിയിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം ഒരുപാട് നല്ല സിനിമകൾ ഇനി ഇതിനു മുമ്പ് അഭിനയിച്ച പോലല്ല, ഇനി വരുന്ന സിനിമകൾ ഇതിലും ഗംഭീരമായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അദ്ദേഹം അഭിനയിച്ചു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നു എപ്പോഴും. അത് അദ്ദേഹവും പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അത് എൻ്റെ മയക്കുമരുന്ന് ഉപയോഗം ഒരിക്കലും എൻ്റെ അഭിനയത്തിൻ്റെ കഥാപാത്രങ്ങളെ സ്വാധീനിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ മയക്കുമരുന്ന് ഇല്ലാത്ത ഷൈൻ ടോം എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കില്ലേ? തീർച്ചയായിട്ടും നമ്മൾ അതിനായി കാത്തിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞ കണക്ക് തന്നെ ഈ ഒരാളല്ല, നമ്മുടെ മലയാള സിനിമയിൽ തന്നെ അനേകം യുവനടന്മാരാണ് ഡ്രഗിന്റെ ഭാഗമായിട്ട് ഡ്രഗിന്റെ ഡീലർമാരായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. അവർക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട്, ഒരു എക്സാമ്പിളായിട്ട് ഷൈനിങ്ങിന് മുന്നിൽ നിൽക്കുകയാണ്. ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് സ്വയം മാറാനും ഡ്രഗിന്റെ പിടിയിൽ നിന്നും സ്വയം മോചിതരാകാനായിട്ടും ആഗ്രഹിക്കുന്ന യുവ നടന്മാർക്ക്, നടിമാരും ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ യുവ നടന്മാർക്ക് ഒരു മാതൃകയായിട്ട് ഷൈൻ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് മനുഷ്യനും ഏതൊരവസ്ഥയിൽ നിന്നും തിരിച്ച് കരകയറി ജീവിതത്തിലേക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ളതിന് ഷൈൻ ടോം ചാക്കോ ഒരു മികച്ച മാതൃകയാവുകയാണ്.
അതിന് മലയാളികൾ ഒന്നാകെ കൈയടിച്ച് അദ്ദേഹത്തെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയുമാണ്.